യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ തകർത്തെറിഞ്ഞ് ഇസ്രയേൽ. യുഎസിന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇസ്രയേൽ മിസൈലുകളെ തകർത്തത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചെങ്കിലും ഉപയോഗിച്ച മാർഗത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. എന്നാൽ താഡ് മിസൈലുകൾ വിജയകരമായി വിക്ഷേപിച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ താഡ് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത്. യുഎസ് വികസിപ്പിച്ചെടുത്ത താഡ് സംവിധാനത്തിന് 870 മുതൽ 3000 കിലോമീറ്റർ വരെയുള്ള മിസൈലുകളെ കണ്ടെത്താൻ സാധിക്കും. 18 വർഷമായി ഇതിനായി കാത്തിരിക്കുകയാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സൈനികന്റെ ശബ്ദത്തോടൊപ്പമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. IDF മിസൈലിനെ തടഞ്ഞത് സ്ഥിരീകരിച്ചെങ്കിലും താഡ് ഉപയോഗിച്ചത് ഇസ്രായേലാണോ അമേരിക്കയാണോ എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. 11.5 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ച് വരികയാണ്. യുഎസ് വികസിപ്പിച്ചെടുത്ത താഡ് സിസ്റ്റം ഹ്രസ്വ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. മിസൈലുകളെ നിർവീര്യമാക്കാൻ ഇത് ഗതികോർജ്ജത്തെ ആശ്രയിക്കുന്നു. സ്ഫോടനാത്മകമായ വാർഹെഡിനേക്കാൾ ഇത് ഒരു ആഘാതത്തിലൂടെയാണ് ശത്രു മിസൈലുകളെ നശിപ്പിക്കുന്നത്. ഒരു സാധാരണ താഡ് ബാറ്ററിയിൽ ട്രക്കിൽ ഘടിപ്പിച്ച 6 ലോഞ്ചറുകൾ ഉൾപ്പെടുന്നു. റഡാറിന് 870 മുതൽ 3000 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും. താഡിൽ 4 പ്രധാന ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഇന്റർസെപ്റ്റർ, ഇമ്പാക്ട് ഫോഴ്സ് ഉപയോഗിച്ച് ഇൻകമിംഗ് മിസൈലുകളെ ഇത് നശിപ്പിക്കുന്നു. ലോഞ്ച് വെഹിക്കിളാണ് അടുത്തത്. ഇന്റർസെപ്റ്ററുകൾ വഹിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്ന മൊബൈൽ ട്രക്കുകളാണ് ലോഞ്ച് വെഹിക്കിൾ. പിന്നെയുള്ളത് റഡാറാണ്. 870 മുതൽ 3000 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഭീഷണികൾ ട്രാക്ക് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുന്നു. അടുത്തതായി അഗ്നി നിയന്ത്രണ സംവിധാനമാണ്. ഇന്റർസെപ്റ്ററുകളുടെ വിക്ഷേപണവും ലക്ഷ്യമിടലും ഇത് ഏകോപിപ്പിക്കുന്നു. ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾക്കും ഇസ്രായേലിന് നേരെയും മിസൈലുകൾ അയക്കുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ 5ാം തവണയാണ് ഹൂതി വിമതർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. മറുപടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേലും ആക്രമണം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.